ഏപ്രിൽ മന്തിന് ഒരു സിമ്പിൾ ആയിട്ടുള്ള ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്ത് നോക്കിയാലോ? കമോൺ, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ആദ്യമേ ഔട്ട്ലൈൻ ഒക്കെ ഇട്ടെന്ന്, കാരണം വീഡിയോ എടുക്കുമ്പം ഔട്ട്ലൈൻ ഒന്നും ഇടാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്, ആ പിക്ചേഴ്സിനൊക്കെ കളർ ചെയ്ത് കൊടുക്കണം. ഞാൻ വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നത്. സ്കെച്ച് പെന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അധികം വൃത്തിയിലൊന്നും കിട്ടൂല. ഞാൻ ആദ്യം സ്കെച്ച് പെൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിന്, പക്ഷേങ്കിൽ അത് വർക്കായിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വാട്ടർ കളർ തന്നെ യൂസ് ചെയ്യാമെന്ന്. ഇത് ശരിക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബുള്ളറ്റ് ജേർണലിംഗ് ആണ്. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഔട്ട്ലൈനൊക്കെ കൊടുക്കണം. ഞാനിപ്പോൾ മൊത്തത്തിൽ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സ്കെച്ച് പെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലോട്ട് വരച്ചു കൊടുക്കാം. എനിക്ക് ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അതിൻ്റെ അകത്ത് മൂഡ് ട്രാക്കറും ഹാബിറ്റ് ട്രാക്കറും ഒക്കെ ഞാൻ ആഡ് ചെയ്യലുണ്ട്. അപ്പം നമുക്ക് മന്ത്ലി മൊത്തത്തിൽ അനലൈസ് ചെയ്യാൻ പറ്റും നമ്മളെ മൂഡ് എങ്ങനെയാണ് ഉണ്ടായതെന്നും. അതേപോലെ തന്നെ നമുക്ക് ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്, പക്ഷേങ്കിൽ അത് ഞാൻ ഇവിടെ ഇപ്പം ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഔട്ട്ലൈൻ എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് മൂഡ് ട്രാക്കർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മൂഡ് ട്രാക്കർ എന്ന് പറയുന്നത് നമ്മൾ മൂഡ് അനലൈസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കളർ യൂസ് ചെയ്യണം. അപ്പം ഓരോരോ കളറ് ഓരോരോ ഇതിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് ഓരോ ഡേ കളർ ചെയ്യണം. അപ്പം നമുക്ക് മൂഡ് എങ്ങനെയാണ് ഉള്ളതെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ മെത്തേഡ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.